ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ ഇത് കിടിലനായിട്ടുള്ളൊരു മത്തിക്കറിയാണ്. നമ്മൾ ചാമ്പയ്ക്ക് ഇട്ട് വെച്ച മത്തിക്കറിയാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്, ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ. അതിനായിട്ട് നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം കേട്ടോ. സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ ഇതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക് ഇട്ട് വെച്ച മത്തിക്കറി വെക്കാനായിട്ടുള്ള മത്തി, ഇത് 1/2 കിലോ മത്തിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്പി വെച്ചതാണിത്. അപ്പം ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് നോക്കാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം. ഇനി നമുക്ക് ഈ ഒരു കറി വെക്കാനായിട്ട് വേണ്ട ഐറ്റംസ് ഇതൊക്കെയാണ്. ഞാനിവിടെ വലിയുള്ളി എടുത്തിട്ടുണ്ട്, സവോള 2 എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, ഒരു 6 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട്. കുറച്ച് ചാമ്പയ്ക്ക കേട്ടോ. പുളിക്ക് അനുസരിച്ച് നമുക്ക് ചാമ്പയ്ക്കൻ്റെ അളവ് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇനി ഇതിനെയൊക്കെ ഒന്ന് നമുക്ക് വൃത്തിയാക്കാം. നമ്മൾ എടുത്തു വെച്ച ഉള്ളി നമ്മളിതാ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാമ്പയ്ക്ക ഒന്ന് നടുവേ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കടക്കാം. നെക്സ്റ്റ് നമ്മൾ പാൻ എടുത്തിട്ട് ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 4 വറമുളകും പിന്നെ കുറച്ച് മല്ലിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. എരിവിനനുസരിച്ച് വറമുളകിൻ്റെ അളവൊക്കെ നമുക്കൊന്ന് കൂട്ടാം. പിന്നെ മല്ലി നമുക്ക് ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് കുറച്ച് മതി. ഈ ഒരു ക്വാണ്ടിറ്റി മതിയാവും. ഏകദേശം ആയിട്ടുണ്ട്, കരിയണ്ട. അപ്പോൾ നമുക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഈ ഒരു കറി വെക്കാനായിട്ട് നമുക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ അവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചാമ്പയ്ക്ക നടുവേ പൊളിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വേണ്ടത് തേങ്ങയാണ്. 1 മുടി തേങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കാന്താരി മുളക് കുറച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്, വറമുളകും അതുപോലെ തന്നെ മല്ലിയും വറുത്തെടുത്ത് വെച്ചതാണ്. ഇത്രയും ഐറ്റംസ് വേണം. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മൾ എടുത്തു വെച്ച ഐറ്റംസ് എല്ലാം മിക്സിയിൽ കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നന്നായി അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വയ്ക്കാം. അപ്പോൾ പാൻ ഗ്യാസിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിൽ കുറച്ച് ഉലുവയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉലുവ ഒന്ന് ചൂടായപ്പോൾ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉലുവ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ സവോളയിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മൊരിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ആവട്ടെ. അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. ഉള്ളി ഇവിടെ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് നമ്മുടെ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച തേങ്ങയും അതുപോലെ തന്നെ വെളുത്തുള്ളി, ചാമ്പയ്ക്ക, കാന്താരി മുളക്, പച്ചമുളക്, പിന്നെ നമ്മൾ വറമുളകും അതുപോലെ തന്നെ മല്ലിയും നന്നായി വറുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് നന്നായി
അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് അതിന് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുളിപ്പൊക്കെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ചാമ്പയ്ക്കൻ്റെ പുളിപ്പാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കേണ്ടി വരും. നമ്മൾ ഇട്ട ഉപ്പ് മതിയാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിമൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായി തിള വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാമ്പയ്ക്ക് ഇട്ട് വെച്ച മത്തിക്കറിക്കുള്ള അരപ്പ് ഇതാ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറി. നമ്മൾ സാധാരണ മത്തിപ്പുളിയും മത്തിക്കറിയൊക്കെ വേറെയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു സ്പെഷ്യലാണ് കേട്ടോ. നമുക്ക് ചാമ്പയ്ക്ക് വീട്ടിൽ വേണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കടയിൽ വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ വാങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾ വെച്ച് നോക്കണം. കിടുവായിട്ടുള്ള കറിയാണ് കേട്ടോ. നമ്മൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും ടേസ്റ്റിയാണ്. നിങ്ങൾക്കത് കഴിച്ചാലേ അറിയുള്ളൂ. നമ്മൾ വാളംപുളിയൊക്കെ നമ്മുടെ ശരീരത്തിന് നന്നല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുടംപുളിയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അതിലും നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് ഈ ഒരു ചാമ്പയ്ക്കൻ്റെ ഗുണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കാണുന്നവരാണെങ്കിൽ അതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഒരുപാട് ഗുണങ്ങളൊക്കെയുള്ള ഈ ഒരു ചാമ്പയ്ക്ക നമ്മൾ മീൻകറിയിലിട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ടൈപ്പിലുള്ളൊരു മീൻകറി ഉണ്ടല്ലോ, നല്ലൊരു വെറൈറ്റി നാടൻ മീൻകറി, മത്തിക്കറി. ആ ഒരു മത്തിക്കറിൻ്റെ അതേ രുചിയാണ് കേട്ടോ ഇതിന്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലേ അറിയുള്ളൂ. അപ്പോൾ ഇനി നമ്മുടെ ഈ ഇട്ട മത്തി മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പം നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിക്കണം എന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ചാമ്പങ്ങ ഇട്ട് വെച്ചതാ മത്തിച്ചാറ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള മത്തിച്ചാറാണ് കേട്ടോ. ചാമ്പങ്ങയും ഈ ഒരു മത്തിയും കൂടിയുള്ളൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, നല്ല കിടു കോമ്പിനേഷനാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിടിലനാണ്, അടിപൊളിയാണ്. എന്താ കണ്ടില്ലേ, നമ്മുടെ മത്തിച്ചാറ് ഇതാ അവിടെ തയ്യാറായിട്ടുണ്ട്. ഇതാ ഉള്ളിൻ്റെയും അതുപോലെ തന്നെ ചാമ്പയ്ക്കൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ ഈ ഒരു മത്തിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുമ്പോണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഒരേപോലെ തന്നെ മീൻ കറി വയ്ക്കുമ്പോൾ അതിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ കറി വെച്ച് കൊടുക്കുമ്പോൾ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് കഴിക്കും. കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ വെറൈറ്റി ഇഷ്ടപ്പെടുന്നവരാണല്ലോ കുട്ടികൾ. നമ്മൾ ഒരൈറ്റം തന്നെ അടുത്ത ദിവസം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കില്ല. അടുത്ത തവണ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വേറെ വെറൈറ്റി ഉണ്ടാക്കാൻ പറയാറില്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കിടുവായിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇനി മത്തി വാങ്ങുമ്പോൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്യാതിരിക്കരുത്. തീർച്ചയായും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം കേട്ടോ, എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നുള്ളത്. അപ്പം നമ്മുടെ ഈ അടിപൊളിയായിട്ടുള്ള മത്തിക്കറി നമുക്കിതിനെ ഒന്ന് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയാലോ, ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ കിടിലൻ ചാമ്പയ്ക്ക മത്തിക്കറി ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന് നമ്മളൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി മത്തിക്കറിയാണ് കേട്ടോ. സ്പെഷ്യലായിട്ടുള്ള മത്തിക്കറിയാണ് ചാമ്പയ്ക്ക മത്തിക്കറി. അപ്പം നമ്മുടെ വീട്ടിലെ ചാമ്പയ്ക്കയാണ്, അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു മത്തിക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ടേസ്റ്റിയാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മടിക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.